Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിന്റെ ഹൃദയഭാഗത്തു നിന്നുള്ള ഈശോയുടെ ചില പ്രബോധനങ്ങളാണ് നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മലയിലെ പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ ഗിരിപ്രഭാഷണം 3 അധ്യായങ്ങളിലാണെങ്കിൽ ഈ 3 അധ്യായങ്ങളുടെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്നത് 6-ാമത്തെ അധ്യായമാണ്. 5, 6, 7 അധ്യായങ്ങളിലാണല്ലോ പ്രസംഗം. ഈ 6-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം ഈ ഗിരിപ്രഭാഷണം മുഴുവന്റെയും കേന്ദ്രഭാഗമാണെന്ന് പറയാം. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ വിവരിക്കുന്നത് യഹൂദ മതജീവിതത്തിന്റെ, ധാർമ്മിക ജീവിതത്തിന്റെ അടിസ്ഥാന ശിലകളായ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം എന്നിവയാണ് ആ 3 അടിസ്ഥാന ശിലകൾ. ഇത് യഹൂദ മതത്തില് ഏതൊരു യഹൂദനും പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അവർ ദാനധർമ്മം ചെയ്തിരുന്നു. പ്രാർത്ഥനകൾക്കായി പ്രത്യേക സമയങ്ങളും ദിവസങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഉപവസിക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരും ഉണ്ടായിരുന്നുവെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്ന പ്രീശന്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ ഈ യഹൂദ മത ആചാരങ്ങൾക്കെല്ലാം ഒരു പുതിയ അർത്ഥം നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം. അതിന്റെ കാരണവും മലയിലെ പ്രഭാഷണത്തില്, ഗിരിപ്രഭാഷണത്തില് 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈശോ വ്യക്തമാക്കിയിരുന്നതാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, മറിച്ച് ഇല്ലാതാക്കുവാനല്ല, അവയെ പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ നിയമത്തിനും പ്രവാചകന്മാർക്കും എന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ ജീവിത ശൈലിക്കും വിശ്വാസ ജീവിതത്തിനും ഒരു പുതിയ മാനം, ആഴമായ അർത്ഥം നൽകുകയാണ് ഈശോ തന്റെ പ്രബോധനങ്ങളിലൂടെ, തന്റെ ജീവിതത്തിലൂടെ ചെയ്തത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ഈശോ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലുള്ളതിന്റെ എല്ലാം പൂർത്തീകരണം ഈശോയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമ പ്രബോധനങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം ഈശോ നൽകി. പഴയ നിയമത്തിലെ മോശയിലൂടെ നൽകപ്പെട്ട പ്രമാണങ്ങളുടെ ആഴമായ അർത്ഥം, ആന്തരികത എന്താണ് എന്ന് ഈശോ തന്റെ വ്യാഖ്യാനത്തിലൂടെ വ്യക്തമാക്കി. പഴയ നിയമത്തിലെ ആരാധനാ സംവിധാനങ്ങൾക്ക് ഈശോ സ്വന്തം ജീവിതത്തില് അർത്ഥവും പൂർണ്ണതയും നൽകി. ഈ പശ്ചാത്തലത്തില് 6-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന ഈ 3 കാര്യങ്ങൾ, ധർമ്മദാനവും പ്രാർത്ഥനയും ഉപവാസവും, ഈ 3 കാര്യങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് പ്രാർത്ഥനയാണ്. ധർമ്മദാനത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പറയുന്നതിനിടയ്ക്കാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പോലും അവിടെയും 3 ഭാഗങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഒരാമുഖത്തോടെ ആരംഭിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന മധ്യഭാഗത്ത് നിൽക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഒരു സംഗ്രഹം എന്നുള്ള നിലയിൽ 14, 15 വാക്യങ്ങളില് ക്ഷമയെക്കുറിച്ച്, ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ എടുത്തു പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഗിരിപ്രഭാഷണം മുഴുവന്റെയും കേന്ദ്രഭാഗത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന വരുന്ന തരത്തില് ആ പ്രാർത്ഥനയുടെ ആമുഖവും ഉപസംഹാരവും, പിന്നെ പ്രാർത്ഥനയ്ക്ക് മുൻപ് ധർമ്മദാനവും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണം തന്നെ മത്തായി ശ്ലീഹ ക്രമീകരിച്ചിരിക്കുന്നത്. ഈശോയുടെ ആ പ്രബോധന ശൈലിയുടെ മുഴുവന്റെയും പ്രകാശനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളായിരുന്നു യഹൂദ മതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ വായിക്കുന്ന പഴയ നിയമത്തിലെ 2-ാമത്തെ വായന തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങളില് ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് 8-ാം വാക്യത്തില്, തോബിത്ത് 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു:
ഉപവാസത്തോടും ദാനധർമ്മത്തോടും നീതിയോടും കൂടെ പ്രാർത്ഥന കൂടെ കൂട്ടിച്ചേർക്കണമെന്ന്. അപ്പോൾ ഉപവാസവും ദാനധർമ്മവും നീതിയുടെ ജീവിതവും പൂർണ്ണമാകുന്നത് പ്രാർത്ഥന കൂടി വരുമ്പോഴാണ് എന്ന് തോബിത്തിന്റെ പുസ്തകത്തില് റപ്പായേൽ മാലാഹ തോബിത്തിനോടും അദ്ദേഹത്തിന്റെ പുത്രനായ തോബിയാസിനോടും നൽകുന്ന ഉപദേശത്തിന്റെ ഭാഗമാണത്. അവിടെ 12-ാം വാക്യത്തില് റപ്പായേൽ മാലാഹ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു എന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത് മാലാഹമാരാണ് എന്ന് റപ്പായേൽ മാലാഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റപ്പായേൽ എന്ന് പേരുള്ള ഒരു സഭാധ്യക്ഷൻ, സഭയുടെ പിതാവും തലവനുമായുള്ള ഒരു മെത്രാപ്പോലീത്ത നമുക്കുള്ളപ്പോൾ ഈ ദൂതന്റെ ഇന്നത്തെ ഈ വായനയിലൂടെ ദൂതൻ നൽകുന്ന ഈ സന്ദേശം ഉപവാസത്തെക്കുറിച്ചും ധർമ്മദാനത്തെക്കുറിച്ചും നീതിയുടെ ജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് നൽകുന്ന ഈ ഉപദേശം ഏറെ അർത്ഥപൂർണമാണെന്ന് നമുക്കറിയാം. ദാനധർമ്മത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്, ധർമ്മദാനത്തെക്കുറിച്ചാണല്ലോ ഈശോയും 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. നമ്മുടെ ആദ്യത്തെ വായന പഴയ നിയമത്തിൽ നിന്നുള്ള നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങളില് ആദ്യത്തെ വായനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദാനധർമ്മത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ്, ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ കണ്ണടയ്ക്കരുത്, അവർക്കെതിരെ നമ്മൾ ഹൃദയം കഠിനമാക്കരുത്, സഹായം നിരസിക്കരുത് എന്നെല്ലാം മോശയിലൂടെ ദൈവം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉദാരമായി നൽകുന്നവരാകണം നമ്മളെന്നാണ് മോശ നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങൾക്ക് അനുസൃതമായിട്ട് എത്രമാത്രം ദാനങ്ങൾ ലഭിച്ചിരിക്കുന്നുവോ അത്രമാത്രം ഔദാര്യത്തോടെ നമ്മൾ ഇത് നൽകുവാൻ സാധിക്കണം നമുക്ക് എന്നാണ് മോശയിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഈശോ വിവരിക്കുമ്പോഴും ആരംഭിക്കുന്നത് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണെങ്കിലും 6-ാം വാക്യത്തിലാണെങ്കിലും 16-ാം വാക്യത്തിലാണെങ്കിലും എല്ലാം 1-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും എല്ലാം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈശോ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാകരുത്. അത് ധർമ്മദാനമായാലും പ്രാർത്ഥനയായാലും ഉപവാസമായാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്, അവരിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടിയാകരുത്, ഒരു പ്രകടനപരതയാകരുത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ മുഖമുദ്രയെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് എങ്കിൽ നമുക്കതിന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് ഈശോ പറയുന്നത്. ആരും കാണാതെ ധർമ്മദാനം ചെയ്യുന്നെങ്കിൽ, ആരും അറിയാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഉപവസിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രതിഫലത്തിന് അർഹതയുള്ളവരായി തീരുന്നത് എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഏതെങ്കിലും നിസ്സാരമായ സഹായം ചെയ്യുമ്പോഴും വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും കാഹളം മുഴക്കുകയും ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഈശോയുടെ പ്രബോധനത്തിന്റെ അർത്ഥം. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ആ വലിയ കടമ പൗലോസ്ലീഹായും നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനത്തില് 2-ാം ലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മികച്ചു നിൽക്കുമെന്നാണ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക. സ്നേഹത്തിന്റെ ആ ഉള്ള് എത്രമാത്രമുണ്ട്, അതെത്രമാത്രം യഥാർത്ഥമാണ് എന്ന് തെളിവാകുന്നത്, നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് കാരുണ്യ പ്രവർത്തികളിലൂടെയാണ്, ധർമ്മദാനത്തിലൂടെയാണ് എന്ന് ഈശോ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സർവ്വസമ്പന്നനായിരുന്ന അവിടുന്ന് ദരിദ്രനായി നമ്മുടെ ഇടയിൽ ജീവിച്ചതുപോലെ, നമ്മെ സമ്പന്നനാക്കുവാൻ വേണ്ടി ദരിദ്രനായതുപോലെ നമ്മുടെ സമൃദ്ധി, നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സമൃദ്ധി ദരിദ്രന്റെ കുറവ് പരിഹരിക്കുന്നതിന് സഹായകമാകണം എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക. ധർമ്മദാനം അത് ജീവൻ നേടും, മരണത്തിൽ നിന്ന് പോലും നമ്മെ രക്ഷിക്കുമെന്നും തോബിത്തിന്റെ പുസ്തകത്തിലെ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുമുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്ലീഹയുടെ വാക്കനുസരിച്ച് മികച്ചു നിൽക്കുവാനും അങ്ങനെ ദൈവസന്നിധിയിൽ സ്വീകാര്യരായി തീരുവാനും, നമ്മൾ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് കർത്താവിന് തന്നെയാണ് ചെയ്യുന്നത്, അവിടുന്ന് അതിന് പ്രതിഫലം തരുകയും ചെയ്യുമെന്നുള്ള ആ വാഗ്ദാനം അന്ത്യവിധിയുടെ വേളയിൽ അവിടുന്ന് പറയുന്നത് അതാണല്ലോ. ഈ ദരിദ്രരിൽ ഒരുവർക്ക്, ഈ എളിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണല്ലോ അവിടുന്ന് പറയുവാൻ പോകുന്നത്. ധർമ്മദാനത്തിന്റെ പ്രസക്തി അതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയമടച്ച്, ഹൃദയത്തിന്റെ വീട് കതകുകൾ അടച്ച് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുവാൻ ഈശോ പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം,
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അടയ്ക്കണം, ക്ലോസ് ചെയ്യണം. കാരണം ബാഹ്യമായ സ്വാധീനങ്ങൾ നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മെ പലവിചാരപ്പെടുത്താതെ ഏകാഗ്രതയോടെ ചിത്തത്തോടെ ദൈവകേന്ദ്രീകൃതമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം, പ്രാർത്ഥിക്കുവാൻ സാധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. സഭാപിതാവായ ആഗസ്തിനോസിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം ഈശോ നൽകുമ്പോൾ നൽകുന്നതെന്നാണ് ആഗസ്തിനോസ് പിതാവ് പറയുക. അവിഭക്തമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ, നിത്യജീവനെ മാത്രം കാംക്ഷിച്ച് മനുഷ്യരുടെ പ്രശംസയും കയ്യടിയും ഒന്നും ലക്ഷ്യം വയ്ക്കാതെ പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം. അങ്ങനെയുള്ള പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, അത് നമ്മൾ സാമുവേലിന്റെ പുസ്തകത്തിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യോനായെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടേത്. നമ്മുടെ പ്രാർത്ഥന എന്തെങ്കിലും കാര്യം ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയല്ല എന്ന് സഭാപിതാവായ ക്രിസോസ്റ്റോം പറയും. അവിടുത്തെ ഓർമ്മിപ്പിക്കുവാനല്ല, മറിച്ച് നമ്മുടെ നിസ്സാരത ദൈവത്തിന്റെ മുൻപിൽ ഏറ്റു പറയുവാനും അവിടുത്തെ സഹായം യാചിക്കുവാനും നമ്മെ തന്നെ സ്വയം എളിമപ്പെടുത്തുവാനും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ക്രിസോസ്റ്റോം പറയുക. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ മുമ്പറിയുന്നവനാണ് അവിടുന്ന്. ഈ 6-ാം അധ്യായത്തിന് തന്നെ അവസാനിക്കുന്നത് ദൈവപരിപാലനെ കുറിച്ചുള്ള ദീർഘമായ പ്രതിപാദ്യത്തോടെയാണല്ലോ. വയലിലെ പുല്ലിനെയും പൂവിനെയും അലങ്കരിക്കുന്ന ദൈവം നമ്മെ എത്രയോ അധികമായിട്ട് അലങ്കരിക്കുകയില്ല എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും എല്ലാം അറിയുന്ന, ചോദിക്കുന്നതിന് മുൻപേ എല്ലാം അറിയുന്ന ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാനും നമ്മുടെ നിസ്സാരത ഏറ്റുപറയുവാനും സാധിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ഹൃദയം നിർമ്മലമാക്കിക്കൊണ്ട് ശുദ്ധമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണമെന്ന്. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ വലിയ നോമ്പ് കാലത്ത് ഉപവാസത്തിന്റെ നോമ്പിന്റെ കാലമാണല്ലോ ഇത്. നമ്മൾ ഉപവസിക്കുന്നതും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയും നമ്മൾ ഭക്തിജീവിതം നയിക്കുന്നവരാണ് എന്നുള്ള പ്രതീതി വരുത്തുവാൻ വേണ്ടിയും ആകരുത്, മറിച്ച് ദൈവത്തിന്റെ മുൻപിൽ സ്വയം വിനീതനാകുവാനും എളിമപ്പെടുത്തുവാനും നമ്മുടെ ശരീരത്തിന്റെ പ്രവണതകളെ, ജഡത്തിന്റെ പ്രവണതകളെ നിയന്ത്രിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാകണമെന്നുമാണ് ഈശോ ഈ പ്രബോധനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ കേന്ദ്രഭാഗത്തുള്ള ഈ 3 നിർദ്ദേശങ്ങൾ, ധർമ്മദാനത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമുള്ളത്, അതിൻ്റെ ഈശോ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുവാനും ദൈവത്തിന് മുൻപിൽ സമ്പന്നരായി തീരുവാൻ, പ്രതിഫലത്തിന് അർഹരായി തീരുവാൻ സഹായിക്കുന്ന രീതിയിൽ ഇവ പ്രാവർത്തികമാക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.